നമസ്കാരം, ഡോക്ടർ ഷൈനിയാണ്. എന്താണ് വാക്കിംഗ് ന്യൂമോണിയ? പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇതൊരു ന്യൂമോണിയ തന്നെയാണ്. തീർച്ചയായും ഇതൊരു ന്യൂമോണിയ തന്നെയാണ്. എന്നാൽ സാധാരണ കാണുന്ന ന്യൂമോണിയ പോലെ അത്ര തീവ്രമായ രോഗലക്ഷണങ്ങൾ ഇതിന് വരാറില്ല. അതുകൊണ്ടാണ് ഇതിനെ വാക്കിംഗ് ന്യൂമോണിയ എന്ന് പറയുന്നത്. അതായത് വാക്കിംഗ് ന്യൂമോണിയ ഉള്ള ഒരു പേഷ്യന്റിന് ദൈനംദിന പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുമെന്നത് തന്നെയാണ് ഇതിന്റെ പ്രത്യേകത. വാക്കിംഗ് ന്യൂമോണിയയുടെ ലക്ഷണങ്ങൾ മറ്റു ന്യൂമോണിയയുടെ ലക്ഷണങ്ങൾ പോലെ തന്നെ പനി, തലവേദന, തൊണ്ടവേദന, ചുമ, ശ്വാസതടസ്സം അതായത് ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് എന്നിവ തന്നെയാണ്. വാക്കിംഗ് ന്യൂമോണിയ ബാക്ടീരിയ, വൈറസ്, മോൾഡ് അഥവാ വീട്ടിൽ കാണുന്ന പൂപ്പൽ, അതായത് അലമാരയിൽ അടുക്കി വെച്ചിരിക്കുന്ന തുണികളുടെ ഇടയിലുള്ള പൂപ്പൽ. വാക്കിംഗ് ന്യൂമോണിയ എന്ന് പറയുന്നത് ഒരു മൈൽഡ് ലങ് ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞുവല്ലോ. എന്നാൽ ഇത് ചികിത്സിക്കാതെ വിട്ടുകഴിഞ്ഞാൽ തീർച്ചയായും പ്രോഗ്രസ് ചെയ്ത് സിവിയർ ന്യൂമോണിയയിലേക്ക് പോകാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉള്ള രോഗമാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ബെഡ് റെസ്റ്റ് ഒന്നും ഇല്ലാതെ തന്നെ ഇങ്ങനെയുള്ള ന്യൂമോണിയ പേഷ്യൻസ് ദൈനംദിന പ്രവർത്തികൾ ചെയ്തു പോകുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ വാക്കിംഗ് ന്യൂമോണിയ എന്ന് വിളിക്കുന്നത്. ഇത് കാരണം ഇങ്ങനെയുള്ള ന്യൂമോണിയ കേസുകൾ തീവ്രത കൂടി അത് സിവിയർ ന്യൂമോണിയയിലേക്ക് മിക്കവാറും വരുന്നതായി, വ്യക്തിക്ക് വിട്ടുമാറാത്ത ചുമ വളരെ കാലം നീണ്ടു നിൽക്കുന്നതായി കാണുകയാണെങ്കിൽ തീർച്ചയായും അത് വാക്കിംഗ് ന്യൂമോണിയ ആണോ എന്ന് സംശയിക്കേണ്ടതാണ്. താങ്ക് യു.